DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ കേന്ദ്ര സംസ്ഥാന ധനസഹായങ്ങൾ വിതരണം ആരംഭിക്കുന്നതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായി 2000 രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്തെ 28 ലക്ഷത്തിൽ താഴെ വരുന്ന ഗുണഭോക്താക്കളിലേക്ക് ആദ്യം എത്തിച്ചേരുക. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത് ഗഡു വിതരണമാണ് ഫെബ്രുവരി 24 തിങ്കളാഴ്ച നടക്കുന്നത്. ഫെബ്രുവരി 24 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും 3:30 പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ 19ാമത് ഗഡുത്തുകയായ 2000 രൂപയുടെ വിതരണം നിർവഹിക്കുന്നത്. അതേസമയത്ത് തന്നെ കിസാൻ നിധിയിൽ അംഗങ്ങളായ കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത DBT എനേബിൾഡ് ആയ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുവാൻ തുടങ്ങും. EKYC പോലുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം മുൻഗഡുക്കൾ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തിയാക്കുകയും ചെയ്ത കർഷകർക്ക് 19ാമത് ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുത്തുകകളും കൂടി അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. പുതിയതായി കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വെച്ച് അത് അപ്രൂവ് ആയവർക്കും 19ാമത് ഗഡു ലഭിക്കുമെന്നാണ് സൂചനകൾ. കാരണം 18ാം ഗഡു ലഭിച്ചവരെക്കാൾ 1 കോടിയിലധികം പേർക്ക് 19ാമത് ഗഡു ലഭിക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. തിങ്കളാഴ്ച 3 മണിയോടുകൂടി തന്നെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ്. ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണം ധനമന്ത്രി ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വീതമാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുകയെന്ന് ധനമന്ത്രി അറിയിച്ചു. പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി അവരുടെ വീടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് എത്തിച്ചു നൽകും. ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനത്തോടെ കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസവും മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പ് ആരംഭിച്ചത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ 1600 രൂപ വീതമുള്ള ക്ഷേമനിധി പെൻഷനുകളും ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന ആഴ്ചയിൽ തന്നെയാണ് ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. DBT സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുന്ന തീയതി വരും ദിവസങ്ങളിൽ അറിയിക്കും. അടുത്ത ആഴ്ച 1600 രൂപ വീതം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായ ഡേറ്റ് ധനമന്ത്രി പറഞ്ഞിട്ടില്ല എങ്കിലും അടുത്ത ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്കെല്ലാം തുക എത്തും. വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ഒരു വിഭാഗം പേർക്ക് അടുത്ത ആഴ്ചയിൽ പെൻഷൻ തുക ലഭിക്കും. എന്നാൽ വീടുകളിലേക്കുള്ള മുഴുവൻ പെൻഷനും വിതരണം ചെയ്തു തീരുന്നതിന് സാധാരണഗതിയിൽ 10 ദിവസം വരെ എടുക്കുന്നതാണ്. ഏതായാലും ലക്ഷക്കണക്കിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും വലിയ ധനസഹായങ്ങൾ ഒരാഴ്ചയിൽ തന്നെ എത്തിച്ചേരുന്നത് വലിയൊരു സഹായമായി മാറും. PM കിസാനിലുള്ള പലരും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്നവരായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് PM കിസാനിലെ 2000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 1600 രൂപയും ഒരാഴ്ച തന്നെ ലഭിക്കുമ്പോൾ മൊത്തം 3600 രൂപയോളം കൈകളിലെത്തുന്നത് വലിയൊരു സഹായമായി മാറുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.